നമസ്കാരം സ്നേഹജ്യോതിസ് ഫാമിലി അമ്മ പ്രാർത്ഥനാ ധ്യാനം നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഭഗവാൻ നമുക്ക് തരുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് തരുന്ന മെസ്സേജ്, ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുക. ഓം ക്ലീം കൃഷ്ണനായ ഓം നമോ നാരായണ ഓം നമോ വാസുദേവ. നമ്മുടെ ജീവിതത്തിന് ഇന്നത്തെ ദിവസം ശാന്തമാക്കാൻ, നന്മയിലേക്ക് തിരിക്കാൻ, നമ്മുടെ പൂർവ്വ ദുരിതങ്ങളെ അകറ്റി നിർത്താൻ, ഒഴിവാക്കാൻ ഭഗവാൻ ഇന്ന് തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ആ മെസ്സേജ് അനുസരിച്ച് ഇന്നത്തെ ദിവസം അതിനനുസരിച്ച് നീങ്ങും. സത്യമായിട്ട് ഭഗവാൻ നമുക്ക് തരുന്ന മെസ്സേജിനെ നന്മയോടെ, സ്നേഹത്തോടെ, സത്യത്തോടു കൂടി നമുക്ക് സ്വീകരിക്കാം. ഇതിൽ നിന്നൊരു കാർഡ് എടുക്കുകയാണ്. ഇതെടുത്ത് ലീവ് ഫോർ നൗ. ഇതാണ് ഇന്നത്തെ. സംടൈംസ് ഇറ്റ് ഈസ് ബെറ്റർ ടു ഏൺ എ ബാഡ് നെയിം ആൻഡ് ലീവ് ഫോർ എ ഹയർ ഗോൾ. അതായത് എന്തെങ്കിലും നമുക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മളാൽ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളറിയാതെ മറ്റുള്ളവർ നമ്മളെ എന്തെങ്കിലും മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ, നമ്മളെ താഴ്ത്തുന്ന രീതിയിൽ, കുറ്റപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതെല്ലാം ആ പറഞ്ഞത് മൊത്തം നമ്മൾ പൊതുവെ ആ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് പുതിയൊരു രീതിയിലേക്ക്, നമുക്ക് ഹയർ ഗോൾ, ഉയർന്ന രീതിയിലുള്ള നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഉള്ള മാർഗം തിരഞ്ഞെടുക്കാനാണ് പറയുന്നത് കേട്ടോ. ഇപ്പം എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും, എന്തൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ അങ്ങോട്ട് വിടുക, മനസ്സിൽ നിന്നും വിടുക തീർത്തും. കാരണം അതൊക്കെ നമ്മുടെ ഒരു ഹയർ ഗോളിന്, നമ്മുടെ ഉയർന്ന ലക്ഷ്യത്തിലേക്ക് ഇതൊക്കെ ഒരു ചവിട്ടുപടിയായിട്ട് കാണാം. ഈ സംഭവിക്കുന്നതല്ല നമ്മളറിയാതെ നമ്മളെ കുറ്റവാളിയാക്കുന്നത്, തെറ്റുകാരനാക്കുന്നത്, കുറ്റപ്പെടുത്തുന്നത്, ഒരു ബാഡ് നെയിം, നമുക്ക് മോശമായ വാക്കുകൾ അല്ലെ പേരുകൾ അവർ മറ്റുള്ളവർ ചാർത്തി തരുന്നത്, ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട. ഇതൊക്കെ ലീവ് ചെയ്യാന്ന് പറയുന്നത്, അതൊക്കെ വിട്ടോളൂ, മനസ്സിൽ നിന്ന് വിട്ടോളൂ കേട്ടോ. ഇപ്പോഴത്തേക്ക് അതൊന്നും ചിന്തിക്കേണ്ട. മറ്റുള്ളവരെങ്ങനെ നമ്മളെ കാണുന്നു, മറ്റുള്ളവരെങ്ങനെ നമ്മളോട് പെരുമാറുന്നു, അതൊക്കെ വിടുക. എന്നിട്ട് ആ വ്യക്തികളെ തന്നെ വേണമെങ്കിൽ വിട്ടോളാനാണ് പറയുന്നത്. അങ്ങനത്തെ ആൾക്കാരെ തന്നെ തീർത്തും നമ്മൾ വേണ്ടാന്ന് വെച്ച് നമ്മുടെ ആ ഒരു ഹയർ ഗോളിലേക്ക് ഉള്ള മാർഗം തിരഞ്ഞെടുക്കുക, അതിന് മാത്രം ലക്ഷ്യം വയ്ക്കുക. സംടൈംസ് ഇറ്റ് ഈസ് ബെറ്റർ ടു ഏൺ എ ബാഡ് നെയിം എന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് ചില സമയത്ത് നമുക്കത് ആ ഒരു ബാഡ് നെയിം, ഒരു മോശപ്പേര് നമുക്കുണ്ടാവുന്നത് നമുക്ക് നല്ലതിനാണെന്നാണ് പറയുന്നത്. കാരണം അത് നമ്മളെ അതിൽ നിന്നൊക്കെ തിരിച്ചു വിടും, ഒരു ടേണിങ് പോയിൻ്റ് ആക്കും. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കാര്യത്തിൽ തന്നെ പിടിച്ചു നിൽക്കും. പലർക്കും പല മോശപ്പേരും വന്നതിന് ശേഷം ജീവിതത്തിലേക്ക് മറ്റൊരു രീതിയിലേക്ക് തിരിഞ്ഞ് ഉയർന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വേണമെന്നല്ല ഭഗവാൻ പറയുന്നത്, അങ്ങനെ വാങ്ങിയെടുക്കണം എന്നല്ല. ഇനി അങ്ങനത്തെ നമ്മളറിയാതെ നമ്മളെ ഒരു മോശക്കാരനാക്കിയിട്ടുണ്ട്, ഒരു മോശക്കാരി ആക്കിയിട്ടുണ്ട് മറ്റുള്ളവരെങ്കിൽ നമ്മളതിനെപ്പറ്റി വിഷമിക്കണ്ട എന്നാണ് പറയുന്നത്. കാരണം അതൊരു ടേണിങ് പോയിന്റിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളൊരു കാര്യമാണ്, സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ ടേണിങ് പോയിന്റിനെ മനസ്സിലാക്കിയിട്ട് ഹയർ ഗോളിലേക്ക്, ഉയർന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവട് വയ്ക്കാം. അപ്പം ഇന്നത്തെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇന്ന് നമ്മൾ കഴിഞ്ഞതൊക്കെ മറക്കുക. നമ്മൾ മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തിയത്, വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചത്, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മളെ വിഷമിപ്പിച്ചത്, ആ വിഷമം മനസ്സിൽ കൊണ്ട് ഇന്ന് നടക്കണ്ട എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇന്ന് അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കുക തീർത്തും മനസ്സിൽ നിന്നും. ഇനി ആ വ്യക്തിനെ തന്നെ നമ്മൾ വേണമെങ്കിൽ ഉപേക്ഷിച്ചോളൂ, എന്നിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് തിരിഞ്ഞോളൂ എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ബാഡ് നെയിം, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും മറ്റുള്ളവരുടെ
കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ മോശക്കാരനാക്കുന്ന രീതിയിലൊരു പേര് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ നിന്ന് വിട്ട് പുതിയ ലക്ഷ്യത്തിലേക്ക് തിരിയാം. എല്ലാം മനസ്സിൽ നിന്ന് വിട്ടോളൂ എന്ന് ഭഗവാൻ തീർത്തൊരു സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് നൽകിയ മെസ്സേജാണ്. അപ്പം ഇന്ന് കഴിഞ്ഞതെല്ലാം മനസ്സിൽ നിന്നും മറക്കുക, അല്ലെങ്കിൽ എടുത്തു കളയുക. എന്നിട്ട് നമ്മൾ വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാക്കുക, ഒരു ലക്ഷ്യം ഉണ്ടാക്കുക. ഈ ഒരു ലക്ഷ്യത്തിലേക്കായിരിക്കും ഇനി ഞാൻ പോകുന്നത്. കഴിഞ്ഞ അനുഭവങ്ങളുടെ പിന്നാലെ ഞാൻ പോകില്ല, അല്ലെങ്കിൽ ആ വ്യക്തികളുടെ പിന്നാലെ ഞാൻ ഇനി തേടിപ്പോകില്ല. ഞാനിനി പുതിയ എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുകളാണ് വയ്ക്കുക എന്ന് തീർത്തും പറഞ്ഞുകൊണ്ട്, നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കാം, ചിലപ്പോൾ സൗഹൃദങ്ങളായിരിക്കാം, നമ്മൾ കുറ്റപ്പെടുത്തൽ കേട്ട് നമ്മളൊരു അഡിക്ഷൻ പോലെ, ഒരു അഡിക്റ്റായിട്ട് അവരുടെ പിന്നാലെ നടക്കണ്ട എന്ന് ഭഗവാൻ പറയുകയാണ്. ഒരു ബാഡ് നെയിം കിട്ടിയെങ്കിൽ ആ ഒരു ബാഡ് നെയിമിനെ ആലോചിച്ച് വിഷമിച്ച് ആ ഒരു ബാഡ് നെയിമിൻ്റെ കഥകളുടെ പിന്നാലെ പോകണ്ട. നമ്മുടെ ലക്ഷ്യം അതല്ല. മറ്റുള്ളവർ പറയുന്നത് എങ്ങനെ നമ്മളെയൊക്കെ വിലയിരുത്തുന്നു, നമ്മളെങ്ങനെ പറയുന്നു എന്നതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം നമ്മൾ ഉദ്ദേശിച്ച ഹയർ ഗോൾ നേടുക എന്നുള്ളതാണ്. അപ്പം അതിന് മാത്രം ഫോക്കസ് ചെയ്ത് പോവുക, ബാക്കിയുള്ളതൊക്കെ വിട്ടു. നല്ലൊരു മെസ്സേജാണ്. അപ്പം ഇന്ന് മനസ്സിൽ നിന്ന് ഈ ഒരു നിമിഷം വരെയുള്ളതെല്ലാം മാറ്റി കളയാം. നന്മ നമ്മുടെ ഉള്ളിലിരുന്നോട്ടെ, നമുക്ക് വിഷമം തരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി കളഞ്ഞ് നല്ല ലക്ഷ്യം, നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇനിയുള്ള ചുവടുകൾ വയ്ക്കുക. ഭഗവാന് നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ തീർത്തും ഇന്നലെ വരെയുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ഈ നിമിഷം വരെയുള്ള നമ്മളെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ മനസ്സിൽ നിന്നും എടുത്ത് കളയും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ഭഗവാനെ സമർപ്പിക്കുന്നു. ലീവ് ഫോർ നൗ എന്നാണ്. ഇപ്പോഴത്തേക്ക് വേണ്ടി അതെല്ലാം വിടുക കേട്ടോ. അപ്പോൾ വളരെ നന്ദി. ഭഗവാന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മാക്സിമം ഈ ഒരു വീഡിയോസ്, ഇങ്ങനത്തെ വീഡിയോസ് ഷെയർ ചെയ്യുക ഫ്രണ്ട്സുകൾക്ക്, ബന്ധുക്കൾക്ക്. വളരെ നന്ദി.